സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക തിരുകർമ്മങ്ങൾ നടന്നു. വിശ്വാസികൾ നഗരവീഥികളിൽ കുരുത്തോല പ്രദക്ഷിണം നടത്തി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പ്രാർത്ഥനാ ശുശ്രൂഷ. നമ്മുടെ സഹോദരങ്ങൾ യുദ്ധത്തിന്റെ ഭീഷണിയിലാണെന്നും ആ ദേശത്ത് സമാധാനം പുലരാൻ പ്രാർത്ഥിക്കാനും അദ്ദേഹം പറഞ്ഞു. കർത്താവെത്തിയ ആ പുണ്യസ്ഥലത്ത് ഇന്ന് ആരാധനയില്ല. ഭരണാധികാരികൾക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സഭയിലെ സംഘർഷങ്ങളിൽ നിരാശ തോന്നിയിട്ടില്ലെന്നും പ്രശ്നങ്ങൾ ദൈവം നമ്മെ ഓർക്കുന്നതിന്റെ അടയാളങ്ങളാണെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കോട്ടയം പാമ്പാടി മാർ കുറിയാക്കോസ് ദയറയിൽ നടന്ന ചടങ്ങുകൾക്ക് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. അക്രമവും യുദ്ധവും ഒന്നിനും പരിഹാരമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പിടിച്ചെടുക്കലിന്റെയും യുദ്ധത്തിന്റെയും പാതയിലാണ് ഇന്ന് ലോകം. അതിന്റെ ഭാഗമായി കേരളത്തിൽ പാചക ഗ്യാസ് പോലും കിട്ടുന്നില്ല. സാധാരണക്കാരന്റെ ഉപജീവന മാർഗത്തെ പോലും ബാധിക്കുന്നുവെന്നും ശാശ്വതമായ സമാധാനത്തിന് മറ്റനേകം വഴികളുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓശാന ഞായർ പ്രാർത്ഥനകൾക്ക് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് സമാധാനപരമാകണം. രാഷ്ട്രീയം ജനനന്മയ്ക്കും വികസനത്തിനുമാകണം. രാഷ്ട്രീയക്കാർ പാലം വലിക്കുന്നവരാകരുത്, പാലം പണിയുന്നവരാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഇലക്ഷൻ ഏറ്റവും സമാധാനപരമായിട്ട് നടക്കാൻ നമ്മൾ പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ അത് ജനനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നത് വികസനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വികസനം നടക്കുവാൻ നമുക്ക് ചുറ്റുപാടും സമാധാനം ഉണ്ടാകണം. ആ സമാധാനത്തിന്റെ അന്തരീക്ഷം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV.